Good morning to all. We are moving on to the fifth module. That's the last module of quantum mechanics. അപ്പോൾ ഈ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വാണ്ടം തിയറി ഓഫ് ഹൈഡ്രജൻ ആറ്റമാണ്. നമ്മുടെ ഈ മൊഡ്യൂൾ എന്ന് പറയുന്നത് ക്വാണ്ടം തിയറി ഓഫ് ഹൈഡ്രജൻ ആറ്റം. സോ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ, അതായത് ഫോർത്ത് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വൺ ഡയമെൻഷണൽ പ്രോബ്ലംസ് ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ആയിരുന്നു. അതായത് നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, വൺ ഡയമെൻഷണൽ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ചില പ്രോബ്ലംസാണ് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതേസമയം നമ്മൾ ഈ മൊഡ്യൂളിലേക്ക് വരുമ്പം ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3 ഡയമെൻഷണൽ പ്രോബ്ലമാണ്. അപ്പോൾ ആ 3 ഡയമെൻഷണൽ പ്രോബ്ലത്തിലെ വൺ ഓഫ് ദി സിംപ്ലസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഹൈഡ്രജൻ പ്രോബ്ലമാണ്. ഒരു ഹൈഡ്രജൻ ആറ്റത്തെ നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്ത് അതിൻ്റെ വേവ് ഫംഗ്ഷനും അതിൻ്റെ എനർജിയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഫോർ ഹൈഡ്രജൻ ആറ്റം. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഫോർ ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് ഒരു 3 ഡയമെൻഷണൽ എൻറ്റിറ്റിയാണ്. ഓക്കെ, ഒരു ആറ്റം നമ്മൾ കൺസിഡർ ചെയ്താൽ എക്സ്, വൈ കോർഡിനേറ്റ്, ഇസഡ് കോർഡിനേറ്റ് ഉണ്ട്. അതൊരു 3 ഡയമെൻഷണൽ എൻറ്റിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഹൈഡ്രജൻ ആറ്റത്തെ നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എടുക്കേണ്ടത് 3 ഡയമെൻഷണൽ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആയിരിക്കണം. 3 ഡയമെൻഷണൽ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം അറിയാവുന്ന കാര്യം, ഒരു ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ hydrogen atom consists of a proton. A hydrogen atom consists of a proton charge plus E and an electron minus E moving under the influence of the proton. അതായത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ 1H1. അപ്പോൾ ഇതിൻ്റെ ന്യൂക്ലിയസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ന്യൂക്ലിയസിനുള്ളിൽ ഒരു പ്രോട്ടോണാണുള്ളത്. അതിൽ ന്യൂട്രോൺ ഇല്ല എന്ന് നമുക്കറിയാം. അതിൻ്റെ ചുറ്റും ഫസ്റ്റ് ഓർബിറ്റിൽ നമ്മൾ ഒരു ഇലക്ട്രോൺ. സോ ഒരു ഇലക്ട്രോണാണ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഫസ്റ്റ് ഓർബിറ്റിൽ കൂടി കറങ്ങുന്നത്. ആൻഡ് ദാറ്റ് ഇലക്ട്രോൺ ഈസ് റിവോൾവിങ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ദി പ്രോട്ടോൺ ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. ഓക്കെ, ന്യൂക്ലിയസിനുള്ളിലുള്ള പ്രോട്ടോണിൻ്റെ ഇൻഫ്ലുവൻസിലാണ് ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഓർബിറ്റിൽ കൂടി കറങ്ങുന്നത്. അപ്പോൾ ഒരു പ്ലസ് ഈ ചാർജുള്ള പ്രോട്ടോണും ഒരു മൈനസ് ഈ ചാർജുള്ള ഇലക്ട്രോണും അടങ്ങുന്നതാണ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്ന സിസ്റ്റം. ഈ സിസ്റ്റത്തെയാണ് നമ്മൾ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നത്. സോ നമുക്ക് വൺ ഡയമെൻഷണൽ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ അറിയാം. വൺ ഡയമെൻഷണൽ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ കുറേ തവണ നമ്മൾ എഴുതിയിരുന്നു. ദാറ്റ് ഈസ് d² ψy dx² പ്ലസ് 2m ഡിവൈഡഡ് ബൈ h ബാർ സ്ക്വയർ ഇൻറ്റു E മൈനസ് V പൊട്ടൻഷ്യൽ എനർജി ഇൻറ്റു psi ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ്. ദിസ് ഈസ് ദി വൺ ഡയമെൻഷണൽ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. പക്ഷേ നമുക്ക് ഹൈഡ്രജൻ ആറ്റം സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് വേണ്ടത് 3 ഡയമെൻഷണൽ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. 3 ഡയമെൻഷനിലേക്ക് വരുമ്പം വ്യത്യാസം, d² ψ dx² പകരം നമുക്ക് ഇക്വേഷൻ del² psi എന്നാവും, പ്ലസ് 2m ബൈ h ബാർ സ്ക്വയർ ഇൻറ്റു E മൈനസ് വി psi ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കറിയാം, ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഒരു പ്ലസ് ഇ ചാർജ്, ഇതിൻ്റെ ഓർബിറ്റിൽ ഒരു മൈനസ് ഇ ചാർജ്. ഇഫ് ദേ ആർ സെപ്പറേറ്റഡ് ബൈ സം ഡിസ്റ്റൻസ് r, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നമുക്കറിയാം -E² ഡിവൈഡഡ് ബൈ 4πε0 r ആയിരിക്കും. ഓക്കെ, -E² 4πε0 r ആണ്. ഇനി ഇവിടെ ഈ del² എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ലാപ്ലേഷ്യൻ ഓപ്പറേറ്ററാണ്. ആൻഡ് ദാറ്റ് del² എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1/r² ഡോ ബൈ ഡോ ആർ ഓഫ് r² ഡോ ബൈ ഡോ ആർ പ്ലസ് 1/r² സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ ഓഫ് സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ പ്ലസ് 1/r² സൈൻ സ്ക്വയർ തീറ്റ
ഡോ സ്ക്വയർ ബൈ ഡോ ഫൈ സ്ക്വയർ. ഓക്കെ, ഇതാണ് നമ്മുടെ ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ ഡെൽ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽ സ്ക്വയർ സൈ പ്ലസ് 2m ബൈ എച്ച് ബാർ സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി ഇൻറ്റു സൈ ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പം നമ്മൾ ഈ ഡെൽ സ്ക്വയറിന് പകരം ഈ ഓപ്പറേറ്റർ ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താവും? ഇറ്റ് വിൽ ബിക്കം 1 ബൈ ആർ സ്ക്വയർ ഡോ ബൈ ഡോ ആർ ഓഫ് ആർ സ്ക്വയർ ഡോ ബൈ ഡോ ആർ. എല്ലാത്തിനും കൂടെ സൈ കോമൺ ആണ്. സോ ഞാൻ ആ സൈയെ കൂടി അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡോ സൈ ബൈ ഡോ ആർ പ്ലസ് 1 ബൈ ആർ സ്ക്വയർ സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ ഓഫ് സൈൻ തീറ്റ ഡോ സൈ ബൈ ഡോ തീറ്റ പ്ലസ് 1 ബൈ ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡോ സ്ക്വയർ സൈ ബൈ ഡോ ഫൈ സ്ക്വയർ. ഇത്രയും ഡെൽ സ്ക്വയർ സൈ ആണ്. ഇതാണ് നമ്മളിപ്പോൾ എഴുതിയത്. പ്ലസ് ഇതിൻ്റെ കൂടെ എന്ത് വരും? 2m ബൈ എച്ച് ബാർ സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി. വി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എഴുതി മൈനസ് ഇ സ്ക്വയർ ബൈ 4 പൈ എപ്സിലോൺ 0 ആണ്. സോ മൈനസ് ഓഫ് മൈനസ് പ്ലസ് വരും. ഇ സ്ക്വയർ ബൈ 4 പൈ എപ്സിലോൺ 0 ആർ ഇൻറ്റു ദിസ് സൈ ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, സോ ഇവിടെ ഈ സൈ എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് സൈ കിട്ടുക. ആ സൈ എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഫസ്റ്റ് ഓർബിറ്റിൽ ഹൈഡ്രജൻ ആറ്റത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ വേവ് ഫംഗ്ഷനാണ് നമുക്ക് ഈ കിട്ടുന്ന സൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 3 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റമാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. അത് നമുക്കൊരു 3 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഹൈഡ്രജൻ ആറ്റം പോലുള്ള ഒരു 3 ഡയമെൻഷണൽ കേസിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം XYZ എടുക്കുന്നതിലും കംഫർട്ടബിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നമ്മളതിനെ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്, അതായത് ആർ തീറ്റ ഫൈയിലേക്ക് എടുക്കുമ്പോഴാണ്. അപ്പോൾ ഇവിടെ ഈ വേവ് ഫംഗ്ഷൻ സൈ എന്ന് പറയുന്നത് നമുക്കിങ്ങനെ എടുക്കാം. സൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആർ തീറ്റ ആൻഡ് ഫൈ ആണ്. അതായത് നമ്മൾ ഇതിനെ വേവ് ഫംഗ്ഷനെ അല്ലെങ്കിൽ ഇവിടെ വേവ് ഫംഗ്ഷനെ നമ്മൾ എടുക്കുന്നത് ഇൻ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റമാണ്. അപ്പോൾ വേവ് ഫംഗ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾ 3 ഡയമെൻഷണൽ കേസിൽ സൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് കോമ വൈ കോമ ഇസഡ് എന്ന് പറയാറുണ്ട്. അത് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എടുക്കുമ്പോഴാണ്. ഇവിടെ നമ്മൾ സ്പെറിക്കൽ പോളാറിലാണ് എടുക്കുന്നത്. സോ വേവ് ഫംഗ്ഷൻ സൈ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആർ തീറ്റ ആൻഡ് ഫൈ ആണ്. ഓക്കെ, സോ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയ സൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആർ തീറ്റ ആൻഡ് ഫൈ എന്ന് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്കിവിടെ ഈ കിട്ടിയ ഇക്വേഷനെ ഞാൻ ഇതിനെ ത്രൂ ഔട്ട് ഒരു ആർ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ത്രൂ ഔട്ട് വിത്ത് സം ആർ സ്ക്വയർ, സ്മോൾ ആർ സ്ക്വയർ കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇക്വേഷനെ സ്മോൾ ആർ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? ഇറ്റ് വിൽ ബിക്കം ഡോ ബൈ ഡോ ആർ ഓഫ് ആർ സ്ക്വയർ ഡോ സൈ ബൈ ഡോ ആർ പ്ലസ് 1 ബൈ സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ ഓഫ് സൈൻ തീറ്റ ഡോ സൈ ബൈ ഡോ തീറ്റ പ്ലസ് 1 ബൈ സൈൻ സ്ക്വയർ തീറ്റ ഡോ സ്ക്വയർ സൈ ബൈ ഡോ ഫൈ സ്ക്വയർ പ്ലസ് 2m ആർ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ആ ടേമിൽ 2m ആർ സ്ക്വയർ ബൈ എച്ച് ബാർ സ്ക്വയർ ഇൻറ്റു ദിസ് ഇ പ്ലസ് ഇ സ്ക്വയർ ബൈ 4 പൈ എപ്സിലോൺ 0 ആർ ഇൻറ്റു സൈ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, സോ ഇതാണിപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിനി ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ നോക്കിയാൽ ഇതിനകത്ത് ആറ് തീറ്റ ഫൈ നമുക്ക് 3 വേരിയബിൾസ് ഉണ്ട്. 6 തീറ്റ ഫൈ. അപ്പോൾ നമ്മൾ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ഉപയോഗിച്ച് നമ്മൾ ഈ വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്ത് ആറിലുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, തീറ്റയിലുള്ളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഫൈയിലുള്ളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ആ രീതിയിൽ നമ്മളിതിനെ എന്ത് ചെയ്യേണ്ടി വരും? സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ആണ്. സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്. അതിനായിട്ട് നമ്മൾ പറഞ്ഞു വേവ് ഫംഗ്ഷൻ സൈ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആർ തീറ്റ ആൻഡ് ഫൈ ആണ്. സോ ഞാൻ ഈ സൈയെ സം ആർ ഓഫ് ആർ ഇൻറ്റു സം തീറ്റ ഓഫ് തീറ്റ ഇൻറ്റു സം ഫൈ ഓഫ് ഫൈ, അതായത് സം ക്യാപിറ്റൽ ആർ ഇൻറ്റു തീറ്റ ഇൻറ്റു ഫൈ എന്ന് എഴുതുന്നു. അതായത് സൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആർ തീറ്റ ആൻഡ് ഫൈ ആണ്. അതിനെ ഞാൻ ആറിലുള്ളൊരു ഫംഗ്ഷൻ മൾട്ടിപ്ലൈഡ് വിത്ത് തീറ്റയിലുള്ളൊരു ഫംഗ്ഷൻ മൾട്ടിപ്ലൈഡ് വിത്ത് ഫൈയിലുള്ളൊരു ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് സൈ ഈസ് ഈക്വൽ ടു സിംപ്ലി ആർ ഇൻറ്റു തീറ്റ ഇൻറ്റു
ഫൈ. ഞാനിതിനെ ക്യാപിറ്റൽ ലെറ്റർ ഡിനോട്ട് ചെയ്യാണ്. ക്യാപിറ്റൽ ആർ ഇൻറ്റു ദിസ് ക്യാപിറ്റൽ തീറ്റ ഇൻറ്റു ക്യാപിറ്റൽ ഫൈ ആണ് നമ്മുടെ സൈ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആറിലുള്ള ഒരു ഫംഗ്ഷൻ, അതാണ് ക്യാപിറ്റൽ ആർ. തീറ്റയിലുള്ള സ്മോൾ തീറ്റയിലുള്ള ഒരു ഫംഗ്ഷൻ, അതാണ് ക്യാപിറ്റൽ തീറ്റ. സ്മോൾ ഫൈയിലുള്ള ഫംഗ്ഷനാണ് ക്യാപിറ്റൽ ഫൈ. അപ്പോൾ ഇങ്ങനെ 3 ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റായിട്ട് ഞാൻ സൈയെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഡോ സൈ ബൈ ഡോ ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? വാട്ട് ഈസ് ഡോ സൈ ബൈ ഡോ ആർ? ഡോ സൈ ബൈ ഡോ ആർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡോ ബൈ ഡോ ആർ ഓഫ് ദിസ് ആർ ഇൻറ്റു തീറ്റ ഇൻറ്റു ഫൈ ആണ്. അപ്പം വിത്ത് റെസ്പെക്ട് ടു ആർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ തീറ്റയും ഫൈയും കോൺസ്റ്റൻ്റ് ആണ്, അതിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഈസ് ദിസ് വിൽ ബിക്കം ഡോ ആർ ബൈ, ഇതിപ്പം തീറ്റയും ഫൈയും പുറത്തേക്ക് എടുത്തതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഡോ ആർ എന്ന് എഴുതുന്നത് ഡി ആർ ബൈ ഡി സ്മോൾ ആർ എന്നെഴുതാം. ഇതേപോലെ എന്തായിരിക്കും? ഡോ സൈ ബൈ ഡോ തീറ്റ എടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് ഡോ ബൈ ഡോ തീറ്റ ഓഫ് ദിസ് ആർ ഇൻറ്റു തീറ്റ ഇൻറ്റു ഫൈ ആണ്. അപ്പോൾ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആറും ഫൈയും കോൺസ്റ്റൻ്റ് ആണ്, അതിനെ പുറത്തേക്ക് എടുക്കുന്നു. പിന്നെ നമുക്ക് ഡി ബൈ ഡി തീറ്റ ഓഫ് ദിസ് ക്യാപിറ്റൽ തീറ്റ എന്ന് വരും. നൗ ഡോ സൈ ബൈ ഡോ ഫൈ എടുക്കുമ്പം ഇറ്റ് ഈസ് ഡോ ബൈ ഡോ ഫൈ ഓഫ് ആർ ഇൻറ്റു തീറ്റ ഇൻറ്റു ഫൈ ആണ്. ആൻഡ് ദിസ് വിൽ ബി വിത്ത് റെസ്പെക്ട് ടു ഫൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആറും തീറ്റയും കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുക്കാം. ഡോ ബൈ ഡോ ഫൈ ഓഫ് ദിസ് ക്യാപിറ്റൽ ഫൈ. ഇതാണ് ഡോ സൈ ബൈ ഡോ ഫൈ എങ്കിൽ വാട്ട് ഈസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ ഫൈ സ്ക്വയർ? ഇതിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ദിസ് വിൽ ബി ആർ ഇൻറ്റു തീറ്റ ഇൻറ്റു ഡോ സ്ക്വയർ ബൈ ഡോ ഫൈ സ്ക്വയർ ഓഫ് ദിസ് ക്യാപിറ്റൽ ഫൈ എന്ന് വരും. ഓക്കെ, സോറി, ഡി സ്ക്വയർ ബൈ ഡി ഫൈ സ്ക്വയർ ഓഫ് ക്യാപിറ്റൽ ഫൈ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡോ സൈ ബൈ ഡോ ആർ, ഡോ സൈ ബൈ ഡോ തീറ്റ ആൻഡ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ ഫൈ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമ്മൾ മുമ്പത്തെ പേജിൽ നമ്മൾ ക്യാപിറ്റൽ ആർ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതായിരുന്നു നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതായത് ഡോ ബൈ ഡോ ആർ ഓഫ് ആർ സ്ക്വയർ ഡോ സൈ ബൈ ഡോ ആർ പ്ലസ് 1 ബൈ സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ ഓഫ് സൈൻ തീറ്റ ഡോ സൈ ബൈ ഡോ തീറ്റ. നിങ്ങളിത് ഞാൻ നേരത്തെ എഴുതിയ ഇക്വേഷൻ തന്നെയാണ്, ഞാൻ പേജ് മറിച്ചതുകൊണ്ട് ഒന്നുകൂടെ എഴുതുന്നേ ഉള്ളൂ. പ്ലസ് 1 ബൈ സൈൻ സ്ക്വയർ തീറ്റ ഡോ സ്ക്വയർ സൈ ബൈ ഡോ ഫൈ സ്ക്വയർ പ്ലസ് 2m ആർ സ്ക്വയർ ബൈ എച്ച് ബാർ സ്ക്വയർ ഇൻറ്റു ഇ പ്ലസ് ഇ സ്ക്വയർ ബൈ 4 പൈ എപ്സിലോൺ 0 ആർ ഇൻറ്റു സൈ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇപ്പം നിങ്ങൾക്ക് നമ്മൾ ഡോ സൈ ബൈ ഡോ ആർ, അതുപോലെ ഡോ സൈ ബൈ ഡോ തീറ്റ, അതുപോലെ ഡോ സ്ക്വയർ സൈ ബൈ ഡോ ഫൈ സ്ക്വയർ എന്താണെന്ന് നമ്മളിപ്പം എഴുതി വെച്ചിട്ടുണ്ട് 3 എണ്ണം. ഈ 3 എണ്ണം കിട്ടിയതിനെ നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത് എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. സോ ദാറ്റ് ഈസ് ഡോ ബൈ ഡോ ആർ ഓഫ് ആർ സ്ക്വയർ ഇൻറ്റു ഡോ സൈ ബൈ ഡോ ആർ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡോ സൈ ബൈ ഡോ ആർ, ഡോ സൈ ബൈ ഡോ ആർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് തീറ്റ ഇൻറ്റു ഫൈ ഇൻറ്റു ഡി ക്യാപിറ്റൽ ആർ ബൈ ഡി ആർ. ഇതായിരുന്നു ഡോ സൈ ബൈ ഡോ ആർ. പ്ലസ് 1 ബൈ സൈൻ തീറ്റ ഇൻറ്റു ഡോ ബൈ ഡോ തീറ്റ ഓഫ് സൈൻ തീറ്റ. നൗ വാട്ട് ഈസ് ഡോ സൈ ബൈ ഡോ തീറ്റ? ഡോ സൈ ബൈ ഡോ തീറ്റ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ക്യാപിറ്റൽ ആർ ഇൻറ്റു ഫൈ ഇൻറ്റു ഡി ക്യാപിറ്റൽ തീറ്റ ബൈ ഡി സ്മോൾ തീറ്റ. പ്ലസ് നെക്സ്റ്റ് ടേം ഈസ് 1 ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്ത് വരും? ഡോ സ്ക്വയർ സൈ ബൈ ഡോ ഫൈ സ്ക്വയർ എന്ന് പറയുന്നത് അത് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. ആർ ഇൻറ്റു തീറ്റ ഇൻറ്റു ഡി സ്ക്വയർ ഫൈ ബൈ ഡി ഫൈ സ്ക്വയർ. പ്ലസ് ലാസ്റ്റ് ടേം നമുക്ക് 2m ആർ സ്ക്വയർ ബൈ എച്ച് ബാർ സ്ക്വയർ ഇൻറ്റു ഇ പ്ലസ് ഇ സ്ക്വയർ ബൈ 4 പൈ എപ്സിലോൺ 0 ആർ ഇൻറ്റു സൈ എന്ന് പറയുന്നത് നമുക്കറിയാം സൈ ഈസ് ആർ ഇൻറ്റു തീറ്റ ഇൻറ്റു ഫൈ ആണ്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ഇക്വേഷനെ നമ്മളിങ്ങനെ മോഡിഫൈ ചെയ്തു. നൗ ഇപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്കിതിനെ ഇങ്ങനെ മാറ്റി എഴുതാം. ഇവിടെ ഈ ടേം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഡോ ബൈ ഡോ ആർ ആണ്. അപ്പോൾ ഡോ ബൈ ഡോ ആർ എടുക്കുമ്പം ആർ അല്ലാത്ത ടേമുകളെല്ലാം നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്കിത് തീറ്റ ഇൻറ്റു ഫൈ ഇൻറ്റു
ഡോ ബൈ ഡോ ആർ ഓഫ് ആർ സ്ക്വയർ ഡി ആർ ബൈ ഡി ആർ പ്ലസ് അടുത്ത ടേമും ഇതേപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തീറ്റ ഇല്ലാത്ത ടേമുകളൊക്കെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ ഫൈയും പുറത്തേക്ക് വരും. ഇവിടെ താഴെ ഒരു സൈൻ തീറ്റ ഉണ്ട്. ദെൻ ഇവിടെ ഡോ ബൈ ഡോ തീറ്റ ഓഫ് ഇതിൻ്റെ ഉള്ളിലുള്ളത് സൈൻ തീറ്റ ഡി ക്യാപിറ്റൽ തീറ്റ ബൈ ഡി സ്മോൾ തീറ്റ പ്ലസ് നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ആറ് ക്യാപിറ്റൽ തീറ്റ, പിന്നെ ഇവിടെ താഴെ ഒരു സൈൻ സ്ക്വയർ തീറ്റ ഉണ്ട്. ദെൻ ദിസ് ഡി സ്ക്വയർ ക്യാപിറ്റൽ ഫൈ ബൈ ഡി ഫൈ സ്ക്വയർ പ്ലസ് ലാസ്റ്റ് ടേം ഈസ് 2m r square by h bar square into e plus e square by 4 pi epsilon 0 r into this r into theta into phi is equal to 0 എന്ന് വരും. ഓക്കെ, now അടുത്ത് നമ്മൾ ചെയ്യുന്ന ഇതാണ്. ഈ ഇക്വേഷന് നമ്മൾ മൾട്ടിപ്ലൈ ദിസ് ഇക്വേഷൻ വിത്ത് സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു തീറ്റ ഇൻറ്റു ഫൈ. ഈ ടേം കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ദിസ് ഇക്വേഷൻ വിത്ത് സൈൻ സ്ക്വയർ തീറ്റ ബൈ ആർ തീറ്റ ഫൈ. ഓക്കെ, അപ്പോൾ ആർ തീറ്റ ഫൈ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു തീറ്റ ഇൻറ്റു ഫൈ കൊണ്ട് നമ്മൾ ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് എല്ലാ ടേമുകളെയും നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് കിട്ടാൻ പോകുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. നമുക്ക് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നിങ്ങൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇക്വേഷൻ വരിക. ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ തീറ്റ ബൈ ക്യാപിറ്റൽ ആർ ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് ആർ സ്ക്വയർ ഡി ആർ ബൈ ഡി ആർ പ്ലസ് സെക്കൻഡ് ടേമിനകത്ത് ഇതുപോലെ സൈൻ തീറ്റ ബൈ ദിസ് ക്യാപിറ്റൽ തീറ്റ ഇൻറ്റു ഡോ ബൈ ഡോ തീറ്റ ഓഫ് സൈൻ തീറ്റ ഡി തീറ്റ ബൈ ഡി തീറ്റ പ്ലസ് 1 ബൈ ക്യാപിറ്റൽ ഫൈ ഇൻറ്റു ഡി സ്ക്വയർ ക്യാപിറ്റൽ ഫൈ ബൈ ഡി സ്മോൾ ഫൈ സ്ക്വയർ പ്ലസ് ലാസ്റ്റ് ടേം 2m r സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ എച്ച് ബാർ സ്ക്വയർ ഇൻറ്റു ഇ പ്ലസ് ഇ സ്ക്വയർ ബൈ 4 പൈ എപ്സിലോൺ 0 r ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്കിപ്പോൾ കിട്ടിയ ഈ ഇക്വേഷനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പം നമുക്ക് ഇക്വേഷനെ ഞാൻ ഫസ്റ്റ് ടൈം അതുപോലെ തന്നെ എഴുതുന്നു. സൈൻ സ്ക്വയർ തീറ്റ ബൈ ആർ ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് ആർ സ്ക്വയർ ഡി ആർ ബൈ ഡി ആർ പ്ലസ് സെക്കൻഡ് ടേമും വ്യത്യാസമൊന്നുമില്ല, ഞാൻ അതുപോലെ തന്നെ എഴുതുന്നു. സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ തീറ്റ ഇൻറ്റു ഡോ ബൈ ഡോ തീറ്റ ഓഫ് സൈൻ തീറ്റ ഡി ക്യാപിറ്റൽ തീറ്റ ബൈ ഡി സ്മോൾ തീറ്റ പ്ലസ് ലാസ്റ്റ് ടേമായ 2m r സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ എച്ച് ബാർ സ്ക്വയർ ഇൻറ്റു ഇ പ്ലസ് ഇ സ്ക്വയർ ബൈ 4 പൈ എപ്സിലോൺ 0 r ഈക്വൽ ടു, ഞാൻ ആ ഫൈയുടെ ടേമിനെ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. സോ ദാറ്റ് വിൽ ബിക്കം -1 ബൈ 5 ഇൻറ്റു ഡി സ്ക്വയർ 5 ബൈ ഡി 5 സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇപ്പം നിങ്ങൾ ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളതിൽ ആറും തീറ്റയും മാത്രമേ ഉള്ളൂ, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഫൈ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫൈ ഉള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്തെടുത്തു, ഫൈ ഉള്ള ടേമുകളെല്ലാം കൂടി നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് സെപ്പറേറ്റ് ചെയ്തെടുത്തു. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളതെല്ലാം എന്താണ്, ആറും തീറ്റയാണ്. സോ ദിസ് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു ദിസ് ഇക്വേഷൻ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്ത് വൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈക്വൽ ടു അതർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്. ബോത്ത് ഓഫ് ദീസ് ഇക്വേഷൻസ് ഷുഡ് ബി ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ്. ഈ രണ്ട് ഇക്വേഷനെ നമുക്ക് ഒരു കോൺസ്റ്റൻറ്റിനോട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ഈ ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഇക്വേഷൻ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് ദീസ് ആർ ഓഫ് ഡിഫറെൻറ്റ് വേരിയബിൾസ്. അപ്പോൾ ഇങ്ങനെ എഴുതണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, ദിസ് ഷുഡ് ബി സെപ്പറേറ്റ്ലി ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ്. ഞാൻ ആ കോൺസ്റ്റൻറ്റിനെ സം ml² എന്ന് ഞാൻ വിളിക്കുകയാണ്. ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് ABC എന്നൊക്കെ വിളിക്കുന്നത് പോലെ തന്നെ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ml² എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഇക്വേഷനും ml² ഈക്വൽ ആയിരിക്കണം, റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ടേമും ml² ഈക്വൽ ആയിരിക്കണം. ദാറ്റ് ഈസ് നമ്മളിപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ -1/5 ഇൻറ്റു ഡി സ്ക്വയർ 5
ബൈ ഡി ഫൈ സ്ക്വയർ എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തിനോട് ഈക്വൽ ആയിരിക്കണം? ഈ പറഞ്ഞ എം എൽ സ്ക്വയറിനോട് ഈക്വൽ ആയിരിക്കണം. ദാറ്റ് ഈസ് ദിസ് ഡി സ്ക്വയർ ഫൈ ബൈ ഡി ഫൈ സ്ക്വയർ. ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫൈയെ അപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ത് വരും? ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് എം എൽ സ്ക്വയർ ക്യാപിറ്റൽ ഫൈ എന്നെഴുതാം. ആൻഡ് ദിസ് ഇംപ്ലൈസ് ഡി സ്ക്വയർ ഫൈ ബൈ ഡി ഫൈ സ്ക്വയർ പ്ലസ് എം എൽ സ്ക്വയർ ഫൈ ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇതിനെ ഞാൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 1 എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് ഈ ഫൈയിലുള്ള ഇക്വേഷനാണ് നമുക്ക് കിട്ടിയത്. ഫൈയിലുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഓക്കെ, ഈ ഫൈയിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ ഫൈ കിട്ടും. ഇനി ഇപ്പോൾ നമ്മൾ ചെയ്തത് ഇവിടെ നമുക്കൊരു ആറിലും തീറ്റയിലുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഫൈയിലുള്ള ഇക്വേഷൻ ഉണ്ട്. ഇതിനെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ ഈക്വൽ ടു ഒരു എം എൽ സ്ക്വയറിനോട് ഇക്വേറ്റ് ചെയ്തു. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഫൈ ടേമിനെ എം എൽ സ്ക്വയറിനോട് ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഫൈയിലുള്ള ഇത്തരത്തിലുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി. അതിനെ നമ്മൾ ഇക്വേഷൻ 1 എന്ന് വിളിച്ചു. ഈ എം എൽ സ്ക്വയർ എന്തിനോട് ഈക്വലാണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനോടും ഈക്വലാണ്. സോ ഞാൻ ദിസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ വലിയ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് ആറിലും തീറ്റയിലുള്ള ഈ ഇക്വേഷൻ എടുത്തിട്ട് അതിനെയും ഞാൻ എം എൽ സ്ക്വയറിനോട് ഇക്വേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പം നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? ദാറ്റ് ഈസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ടേം സൈൻ സ്ക്വയർ തീറ്റ ബൈ ക്യാപിറ്റൽ ആർ ഇൻറ്റു ഡി ബൈ ഡി ആർ ഓഫ് ദിസ് ആർ സ്ക്വയർ ഡി ആർ ബൈ ഡി ആർ പ്ലസ് ദിസ് സൈൻ തീറ്റ ബൈ ക്യാപിറ്റൽ തീറ്റ ഇൻറ്റു ദിസ് ഡി ബൈ ഡി തീറ്റ ഓഫ് സൈൻ തീറ്റ ഡി ക്യാപിറ്റൽ തീറ്റ ബൈ ഡി സ്മോൾ തീറ്റ പ്ലസ് 2m r square sin square theta divided by h bar square into e plus e square by 4 pi epsilon 0 r is equal to ml square. That is left hand side ne nammal ml square node equate cheyidu. Okay, now നമ്മൾ ഇക്വേഷനെ അടുത്തതായിട്ട് ഡിവൈഡിങ് ദിസ് ഇക്വേഷൻ വിത്ത് സൈൻ സ്ക്വയർ തീറ്റ. സൈൻ സ്ക്വയർ തീറ്റ കൊണ്ട് ഇതിനെ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 1/r ഇൻറ്റു ഡി ബൈ ഡി ആർ ഓഫ് ആർ സ്ക്വയർ ഡി ആർ ബൈ ഡി ആർ പ്ലസ് അടുത്ത ടേമിൽ സൈൻ തീറ്റ ഉണ്ട്. സൈൻ സ്ക്വയർ തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് 1/തീറ്റ ഒരു സൈൻ തീറ്റ ഇൻറ്റു ദിസ് ഡി ബൈ ഡി തീറ്റ ഓഫ് സൈൻ തീറ്റ ഡി ക്യാപിറ്റൽ തീറ്റ ബൈ ഡി സ്മോൾ തീറ്റ പ്ലസ് നെക്സ്റ്റ് ടേം 2m r സ്ക്വയർ ബൈ എച്ച് ബാർ സ്ക്വയർ. സൈൻ സ്ക്വയർ തീറ്റ ക്യാൻസൽ ആവും. ഇ പ്ലസ് ഇ സ്ക്വയർ ബൈ 4 pi epsilon 0 r is equal to ml സ്ക്വയർ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. ഓക്കെ, നൗ നമ്മളിതിനെ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യുന്നു. അങ്ങനെ റീഅറേഞ്ച് ചെയ്യുമ്പം 1/r ഇൻറ്റു ഡി ബൈ ഡി ആർ ഓഫ് ആർ സ്ക്വയർ ഡി ആർ ബൈ ഡി ആർ പ്ലസ് ദിസ് 2m r സ്ക്വയർ ബൈ എച്ച് ബാർ സ്ക്വയർ ഇൻറ്റു ഇ പ്ലസ് ഇ സ്ക്വയർ ബൈ 4 pi epsilon 0 r ഈസ് ഈക്വൽ ടു, ഞാൻ തീറ്റ ഉള്ള ടേമിനെ ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുന്നു. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഓൾറെഡി ഒരു എം എൽ സ്ക്വയർ ബൈ സൈൻ സ്ക്വയർ തീറ്റ ഉണ്ട്. ഈ ടേം കൂടി വരുമ്പോൾ -1/തീറ്റ സൈൻ തീറ്റ ഡി ബൈ ഡി തീറ്റ ഓഫ് സൈൻ തീറ്റ ഡി ക്യാപിറ്റൽ തീറ്റ ബൈ ഡി സ്മോൾ തീറ്റ എന്ന് വരും. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 6 മാത്രമേ ഉള്ളൂ, റൈറ്റ് ഹാൻഡ് സൈഡിൽ തീറ്റ മാത്രമേ ഉള്ളൂ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്ന ആറിലുള്ളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ടും റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്ന തീറ്റയിലുള്ളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. സോ ആർ എന്ന് പറയുന്ന വേരിയബിളിലുള്ളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈക്വൽ ടു തീറ്റ എന്ന് പറയുന്ന മറ്റൊരു വേരിയബിളിലുള്ള ഇക്വേഷൻ. ഇങ്ങനെ നമുക്ക് രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ ഇക്വേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ബോത്ത് ഓഫ് ദിസ് ഇക്വേഷൻ ഷുഡ് ബി ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ്. മുമ്പേ നമ്മൾ ആ കോൺസ്റ്റൻറ്റിനെ എം എൽ സ്ക്വയർ എന്നാണ് എടുത്ത്, ഇവിടെ ഞാൻ ആ കോൺസ്റ്റൻറ്റിനെ സപ്പോസ് എൽ ഇൻറ്റു എൽ പ്ലസ് 1 എന്ന് എടുക്കും. അങ്ങനെ എൽ ഇൻറ്റു എൽ പ്ലസ് 1 എന്ന് എടുത്തു കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡും എൽ ഇൻറ്റു എൽ പ്ലസ് 1നോട് ഈക്വൽ ആയിരിക്കണം, ലെഫ്റ്റ് ഹാൻഡ് സൈഡും എൽ ഇൻറ്റു എൽ പ്ലസ് 1നോട് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ ആദ്യം ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിനെ ഞാൻ എൽ ഇൻറ്റു എൽ പ്ലസ് 1നോട് ഇക്വേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എം എൽ സ്ക്വയർ ബൈ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 1 ദിസ് തീറ്റ സൈൻ തീറ്റ ഇൻറ്റു ഡി ബൈ ഡി തീറ്റ ഓഫ് സൈൻ തീറ്റ ഡി തീറ്റ ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു എൽ പ്ലസ് 1 എന്ന് കിട്ടും. ഓർ ഇതിനെ നമുക്ക്
ഇതിനെ ഞാൻ മൊത്തത്തിൽ ഒരു ക്യാപിറ്റൽ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഒരു ക്യാപിറ്റൽ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് മൾട്ടിപ്ലൈ വിത്ത് ദിസ് ക്യാപിറ്റൽ തീറ്റ. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് എന്ത് വരും? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ml² ബൈ സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു ദിസ് ക്യാപിറ്റൽ തീറ്റ മൈനസ് നെക്സ്റ്റ് ടേമിൽ താഴെയുള്ള ക്യാപിറ്റൽ തീറ്റയും ഇപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് തമ്മിൽ ക്യാൻസൽ ആയിപ്പോവും. 1 സൈൻ തീറ്റ ഇൻറ്റു d തീറ്റ ഓഫ് സൈൻ തീറ്റ d തീറ്റ ബൈ d തീറ്റ is equal to L into L+1 into തീറ്റ എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ഞാൻ ഈ എല്ലാ ടേമിനെയും കൂടി ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ, ഇതിലുള്ള എല്ലാ ടേമിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ടേം റൈറ്റിലേക്ക് പോകുമ്പോൾ പ്ലസ് ആയിട്ട് വരും. ദാറ്റ് ഈസ് നമുക്കിതിനെ 1 സൈൻ തീറ്റ ഇൻറ്റു d തീറ്റ ഓഫ് സൈൻ തീറ്റ d ക്യാപിറ്റൽ തീറ്റ ബൈ d സ്മോൾ തീറ്റ. ദെൻ ഈ ടേം റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ നെഗറ്റീവ് ആവും, ഇവിടെയും പോസിറ്റീവാണ്. സോ രണ്ടിനകത്തും തീറ്റയെ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ദിസ് വിൽ ബി പ്ലസ് L ഇൻറ്റു L+1 മൈനസ് ml² ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റ, കോമൺ ആയിട്ട് ക്യാപിറ്റൽ തീറ്റ ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഇത് തീറ്റയിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇക്വേഷൻ 1 എന്ന് പറയുന്നത് എന്തായിരുന്നു? d² ക്യാപിറ്റൽ ഫൈ ബൈ d⁵² പ്ലസ് ml² ക്യാപിറ്റൽ ഫൈ ഈക്വൽ ടു 0. അത് ഫൈയിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ആ ഇക്വേഷൻ 1 സോൾവ് ചെയ്താൽ നമുക്ക് ക്യാപിറ്റൽ ഫൈ കിട്ടുമെന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് ഇക്വേഷൻ 2 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ തീറ്റ കിട്ടും. ഇനി നമ്മൾ രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ആറിലുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തീറ്റയിലുള്ള ഒരു ഇക്വേഷൻ എഴുതി അതിനെ ഈക്വൽ ടു L ഇൻറ്റു L+1 എന്ന് ഇക്വേറ്റ് ചെയ്തു. അതിൽ ഈ തീറ്റ പാർട്ട് മാത്രമാണ് ഇവിടെ നമ്മൾ L ഇൻറ്റു L+1 എടുത്ത്. ഇതേപോലെ നമ്മൾ ആ ആറിലുള്ള ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെയും L ഇൻറ്റു L+1നോട് ഇക്വേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 1/r ഇൻറ്റു d/dr ഓഫ് ദിസ് r² dr/dr പ്ലസ് ദിസ് 2mr² ബൈ h² ഇൻറ്റു e പ്ലസ് e² ബൈ 4πε0 r is equal to L ഇൻറ്റു L+1. ഓക്കെ, ഇതിനെ നമ്മൾ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ വിത്ത് ക്യാപിറ്റൽ ആർ, ഒരു ക്യാപിറ്റൽ ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ d/dr ഓഫ് r² dr/dr, ഓക്കെ, പ്ലസ് അടുത്ത ടേമും ക്യാപിറ്റൽ ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. പിന്നെ ദാറ്റ് ഈസ് ദിസ് വിൽ ബിക്കം 2mr² ബൈ h² ഇൻറ്റു e പ്ലസ് e² ബൈ 4πε0 r ഇൻറ്റു ക്യാപിറ്റൽ ആർ is equal to L ഇൻറ്റു L+1 ഇൻറ്റു ക്യാപിറ്റൽ ആർ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ L ഇൻറ്റു L+1 ഇൻറ്റു ക്യാപിറ്റൽ ആറിനെയും കൂടി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷനെ d/dr ഓഫ് r² dr/dr പ്ലസ് ഈ പറഞ്ഞ 2mr² ബൈ h² ഇൻറ്റു ദിസ് ക്യാപിറ്റൽ E പ്ലസ് e² ബൈ 4πε0 r മൈനസ് L ഇൻറ്റു L+1 കോമൺ ആയിട്ട് r ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, നൗ ഓക്കെ, ഇതിനെ ഞാനൊരു ഈ ഇക്വേഷനെ ഞാൻ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ വിത്ത് ഒരു 1/r² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇത് 1/r² ഇൻറ്റു d/dr ഓഫ് r² dr/dr പ്ലസ് 2mr² ബൈ h² 1/r² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം r² ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് ദിസ് വിൽ ബിക്കം 2m/h² ഇൻറ്റു e പ്ലസ് e² ബൈ 4πε0 r മൈനസ് അടുത്ത ടേമിൽ L ഇൻറ്റു L+1 ബൈ r² ഇൻറ്റു ക്യാപിറ്റൽ ആർ ഈക്വൽ ടു 0 എന്ന് വരും. ആൻഡ് ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 3. സോ ഇത് നമുക്ക് ക്യാപിറ്റൽ ആറിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അപ്പോൾ നമുക്കിപ്പം 3 ഇക്വേഷൻസ് കിട്ടി. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 3യും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 3യും നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 1 എന്തായിരുന്നു? ഇക്വേഷൻ 1 എന്ന് പറഞ്ഞ ഇതാണ് d² ബൈ d⁵² പ്ലസ് ml² ക്യാപിറ്റൽ ഫൈ ഇസ് ഈക്വൽ ടു 0. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ 1. ദാറ്റ് ഈസ് ദിസ് ഈസ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ ഫൈയിലുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്.
അടുത്തത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത് ഇതായിരുന്നു. 1/sin θ ഇൻറ്റു d/d θ ഓഫ് sin θ, this d capital theta by d small theta, plus this L into L plus 1 minus ml square by sin square theta into capital theta equal to 0. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയുന്നത് 1/r square d/dr ഓഫ് r square dr by dr plus 2m by h bar square into e plus e square by 4 pi epsilon 0 r minus L into L plus 1 divided by small r square into capital R equal to 0. ഇതായിരുന്നു ഇക്വേഷൻ 3. അതായത് നമുക്ക് ഇക്വേഷൻ 1 എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് ഈ പറഞ്ഞ ക്യാപിറ്റൽ ഫൈ എന്താണെന്ന് കിട്ടും. ഇക്വേഷൻ 2 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ തീറ്റ എന്താണെന്ന് കിട്ടും. ഇക്വേഷൻ 3 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ ആർ എന്താണെന്ന് കിട്ടും. ഈ കിട്ടുന്ന ആറിനെയും തീറ്റയും ഫൈയെയും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ വേവ് ഫംഗ്ഷൻ സൈ എന്താണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ തീറ്റയും അതുപോലെ തന്നെ നമ്മൾ ക്യാപിറ്റൽ ഫൈയും സോൾവ് ചെയ്യും. ഇതിൽ ഈ പറഞ്ഞ ആദ്യത്തെ ഫൈയിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാം. പക്ഷേ ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 3യും നമുക്കിപ്പോൾ ഒരു UG ലെവലിൽ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതിൻ്റെ ഡയറക്റ്റ് സൊല്യൂഷൻ തീറ്റയും ഫൈയും സോൾവ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത് എന്നുള്ളത് ഞാൻ പറയാം. നമ്മളത് സോൾവ് ചെയ്യുന്നില്ല, പക്ഷേ നമ്മൾ ഇക്വേഷൻ 1ൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് നമ്മളിപ്പം ആദ്യം നോക്കുകയാണ്. അപ്പോൾ ഇക്വേഷൻ 1 എന്ന് പറയുന്നത് ഓൺ സോൾവിങ് ഇക്വേഷൻ 1. നമ്മൾ ഇക്വേഷൻ 1 സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യുമ്പം d² φ ബൈ d² പ്ലസ് ml² φ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് φ ഈസ് ഈക്വൽ ടു a e റൈസ് ടു സം i ഇൻറ്റു ദിസ് ml φ ആയിരിക്കും. a e റൈസ് ടു i ml φ, സ്മോൾ ഫൈ ആണ് മേളിലുള്ളത്. സോ ക്യാപിറ്റൽ ഫൈ എന്ന് പറയുന്നത് നമുക്കറിയാം ക്യാപിറ്റൽ ഫൈ എന്ന് പറയുന്നത് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സ്മോൾ ഫൈ ആണ്. ഇങ്ങനെയാണ് നമ്മൾ ആദ്യം എടുത്തത്. അപ്പോൾ അതേപോലെ ഒരു സൊല്യൂഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ക്യാപിറ്റൽ ഫൈ ഈസ് ഈക്വൽ ടു a e റൈസ് ടു i ml φ ആണ്. ഓക്കെ, അപ്പോൾ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിൽ ഫൈ എന്ന് പറയുന്ന ആംഗിൾ ഏതാണ്? അതിനെ നമ്മൾ സാധാരണഗതിയിൽ ഫൈ വേരീസ് ഫ്രം 0 to 2π അല്ലേ, ആ പ്ലെയിനിലുള്ള ആംഗിളാണ്. 0 മുതൽ 2π വരെ വേരി ചെയ്യുന്ന ആംഗിളാണ് ഫൈ. തീറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം തീറ്റ വേരീസ് ഫ്രം 0 to π ആണ്. അപ്പോൾ ഫൈ എന്ന് പറയുന്നത് നമ്മുടെ അസിമുത്തൽ ആംഗിളാണ്. ഇറ്റ് വേരീസ് ഫ്രം 0 to 0 to പൈ ആണ് തീറ്റ വേരി ചെയ്യുന്നത്. അതേസമയം ഫൈ വേരി ചെയ്യുന്നത് എന്താണ്? 0 to 2π ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഫൈയെ നമ്മൾ അസിമുത്ത് ആംഗിൾ എന്നും അതേസമയം തീറ്റയെ നമ്മൾ സെനിത്ത് ആംഗിൾ എന്നുമാണ് വിളിക്കുക. സെനിത്ത് ആംഗിൾ വേരീസ് ഫ്രം 0 to π ആൻഡ് അസിമുത്ത് ആംഗിൾ ചേഞ്ചസ് ഫ്രം 0 to 2π ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫൈ വേരീസ് ഫ്രം 0 to 2π ആണെങ്കിൽ ഒരു 2π കറങ്ങി വന്നു കഴിയുമ്പോൾ ഇവിടെയുള്ള ഇപ്പോൾ ക്യാപിറ്റൽ ഫൈയുടെ ഇവിടെ ഈ പൊസിഷനിലുള്ള വാല്യൂ നമ്മൾ എത്രയാണെന്ന് നോക്കുന്നു. ഒരു 2π കറങ്ങി തിരിച്ച് അതേ പോയിന്റിൽ വരുമ്പോൾ വീണ്ടും ഫൈയുടെ വാല്യൂ എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഒരു ബൗണ്ടറി കണ്ടീഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഈ പറഞ്ഞ ക്യാപിറ്റൽ ഫൈയുടെ വാല്യൂ എന്ന് പറയുന്നത് അറ്റ് സ്മോൾ ഫൈ ഷുഡ് ബി ഈക്വൽ ടു ദിസ് ക്യാപിറ്റൽ ഫൈയുടെ വാല്യൂ അറ്റ് 5 + 2π. ഓക്കെ, അതായത് 2π ആംഗിൾ കറങ്ങി വരുമ്പോഴും ഈ ഫൈയുടെ വാല്യൂ സെയിം ആയിരിക്കുമെന്ന് നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ക്യാപിറ്റൽ ഫൈ എന്ന് പറയുന്നത് a e റൈസ് ടു i ml ഫൈ എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ദിസ് ഫൈ ഓഫ് ഫൈ എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ a e റൈസ് ടു i ml ഫൈ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈ ഓഫ് ദിസ് 5 + 2πയും കൂടെ കൂടുമ്പം ഇതെന്ത് വരും? a e റൈസ് ടു i ml ഇൻറ്റു ഫൈക്ക് പകരം 5 + 2π എന്ന് വരും. സോ ഇത് തമ്മിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് a e റൈസ് ടു i ml ഫൈ ഇസ് ഈക്വൽ ടു a e റൈസ് ടു i ml ഇൻറ്റു 5 + 2π എന്ന് വരും. ദാറ്റ് ഈസ് a e റൈസ് ടു i ml ഫൈ ഇസ് ഈക്വൽ ടു a ഇൻറ്റു e റൈസ് ടു i ml ഫൈ ഇൻറ്റു ഇതിനെ e റൈസ് ടു i ml 2π എന്ന് എഴുതാം. അപ്പോൾ ഈ പറഞ്ഞ a e റൈസ് ടു i ml ഫൈ രണ്ടിടത്തും ക്യാൻസലാവും. e റൈസ് ടു i ml 2π എന്ന് പറയുന്നത് ഈക്വൽ ടു 1 എന്ന് കിട്ടും.
ഇ റൈസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ആണ്. ഇതേപോലെ നമുക്ക് ഇതിനെ എഴുതി കഴിഞ്ഞാൽ ദിസ് ഈസ് കോസ് 2πml പ്ലസ് ഐ സൈൻ 2πml ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഈ കണ്ടീഷൻ കോസ് 2πml പ്ലസ് ഐ സൈൻ 2πml 1 ആവണം എന്നുണ്ടെങ്കിൽ എം എൽ എന്ന് പറയുന്നത് 0 പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 2 പ്ലസ് ഓർ മൈനസ് 3 എക്സെട്ര ഇങ്ങനെയായിരിക്കണം ഇതിൻ്റെ വാല്യൂസ്. എം എല്ലിന് ഈ വാല്യൂസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ കോസ് 2πml പ്ലസ് ഐ സൈൻ 2πml എന്താവത്തുള്ളൂ 1 ആവത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയ ഈ എം എല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് വിളിക്കും. എം എൽ ഈസ് കോൾഡ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ഫൈയിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ദാറ്റ് എം എല്ലിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത് 0 പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 2 എക്സെട്ര ഇങ്ങനെയുള്ള വാല്യൂസാണ് പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, നൗ അതേപോലെ തന്നെ നമുക്കിപ്പോൾ തീറ്റയിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഇസ് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത് നമ്മുടെ തീറ്റയിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അപ്പോൾ ആ ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത് നമുക്ക് എല്ലായ്പ്പോഴും നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. നിങ്ങൾ ഇക്വേഷൻ 2 തീറ്റയിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കി അറിയാം. അതിൽ ഈ പറഞ്ഞ എല്ലും എം എല്ലും വരുന്നുണ്ട്. ഓക്കെ, എൽ എന്ന് പറയുന്ന ടേം വരുന്നുണ്ട്, അതേപോലെ തന്നെ എം എൽ എന്ന് പറയുന്ന ടേം വരുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ അതായത് ഇവിടുത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ഇക്വേഷൻ നമ്പർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്പർ 2 സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ the differential equation that is equation number 2 has a solution only if അതിൻ്റെ സൊല്യൂഷൻ ചില കേസുകളിൽ മാത്രമേ ഉള്ളൂ. ഏത് കേസുകളിലാണ്? only if L is an integer equal to or greater than modulus of ml. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ മോഡ് എം എല്ലിനേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമേ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തുള്ളൂ, സൊല്യൂഷനുള്ളൂ. നിങ്ങൾ ആ ഇക്വേഷൻ നമ്പർ 2 നോക്കുക, അതിൽ എല്ലും വരുന്നുണ്ട് എം എല്ലും വരുന്നുണ്ട്. അപ്പോൾ എല്ലിനും എം എല്ലിനും ഏതെങ്കിലുമൊക്കെ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ കിട്ടത്തില്ല. മറിച്ച് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എപ്പോഴും എന്ത് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണം? എൽ ഷുഡ് ബി ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ മോഡുലസ് ഓഫ് എം എൽ ആയിരിക്കണം, അല്ലേ? ദാറ്റ് ഈസ് അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം നമുക്കിങ്ങനെയും പറയാം. ദാറ്റ് ഈസ് മോഡ് എം എൽ എങ്ങനെ ആയിരിക്കണം? ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ. ആയിരിക്കണം. മോഡ് എം എൽ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ ആയിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ എം എല്ലിൻ്റെ വാല്യൂസ് എങ്ങനെയൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. 0 പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 2 പ്ലസ് ഓർ മൈനസ് 3 എക്സെട്ര ഇങ്ങനെ എവിടം വരെ പോവാം? ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ് മോഡ് എം എൽ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മാക്സിമം വരാവുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? പ്ലസ് ഓർ മൈനസ് എല്ല് വരെയായിരിക്കും. എല്ലിനേക്കാൾ കൂടിയ ഒരു വാല്യൂ ഒരിക്കലും എന്തിന് വരത്തില്ല? എം എല്ലിന് പോസിബിൾ അല്ല. സോ എം എല്ലിന് പോസിബിൾ ആയിട്ടുള്ള മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് എൽ ആണ്. സോ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന് പൊസസ് ചെയ്യാവുന്ന വാല്യൂസ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. 0 പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 2 പ്ലസ് ഓർ മൈനസ് 3 എക്സെട്ര പ്ലസ് ഓർ മൈനസ് എൽ ആണ് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എൽ എന്ന് പറയുന്നത് എന്താണ്? എല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ. എൽ ഈസ് കോൾഡ് ദി ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ. എന്താണ് ഈ ക്വാണ്ടം നമ്പേഴ്സിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് നമ്മൾ അടുത്ത സെഷനിൽ നമ്മൾ പറയും. ഇപ്പോൾ നമ്മൾ 2 ക്വാണ്ടം നമ്പറാണ് പരിചയപ്പെട്ടത്. എം എൽ എന്ന് പറയുന്നത് നമ്മുടെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറാണ്, അതേസമയം എൽ എന്ന് പറയുന്നത് ഓർബിറ്റൽ ക്വാണ്ടം നമ്പറാണ്. ഓക്കെ, നൗ നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആറിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അപ്പോൾ നമ്മൾ 6 സോൾവ് ചെയ്ത് ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയുന്ന 6ലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അപ്പോൾ ഇക്വേഷൻ 3 സോൾവ് ചെയ്ത് നമുക്ക് ക്യാപിറ്റൽ ആർ കിട്ടും. ഇക്വേഷൻ 2 സോൾവ് ചെയ്ത് നമുക്ക് ക്യാപിറ്റൽ തീറ്റ എന്താണെന്ന് കിട്ടും. ഇക്വേഷൻ 1 നമ്മൾ സോൾവ് ചെയ്തു, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ക്യാപിറ്റൽ 5 എന്താണെന്ന് കിട്ടി. ഈ 6ഉം തീറ്റയും 5ഉം മൾട്ടിപ്ലൈ ചെയ്ത വേവ് ഫംഗ്ഷൻ കിട്ടും എന്ന് പറഞ്ഞു. ആ വേവ് ഫംഗ്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് സിസ്റ്റത്തിൻ്റെ എനർജി എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ കാൽക്കുലേഷനിലേക്ക് നമ്മൾ പോകുന്നില്ല, കാരണം അത് വളരെ ലെങ്തി ആയിട്ടുള്ള സ്റ്റെപ്സാണ്. അത് നമുക്കൊരു UG ലെവലിൽ നമുക്ക് ആ ഒരു അത്രയും ഡെപ്തിലേക്ക് നമ്മൾ പോവേണ്ടതില്ല.
അങ്ങനെ ഈ ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ച് ഷ്രോഡിഞ്ചർ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ ഹൈഡ്രജൻ ആറ്റം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇ എൻ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു മൈനസ് എം ഇ റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 8 എപ്സിലോൺ 0 സ്ക്വയർ എച്ച് സ്ക്വയർ ഇൻറ്റു 1/n². ഓക്കെ, അല്ലെങ്കിൽ നമുക്കിതിനെ ഇങ്ങനെയും എഴുതാം, മൈനസ് എം ഇ റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 32 പൈ സ്ക്വയർ എപ്സിലോൺ 0 സ്ക്വയർ എച്ച് ബാർ സ്ക്വയർ ഇൻറ്റു 1/n² എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദിസ് വിൽ ബി, ഇത്രയും സാധനത്തെ നമ്മൾ ഒന്നിച്ചെടുത്തു കഴിഞ്ഞാൽ ദിസ് വിൽ ബി E1, ഇതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ആയിരിക്കും. ഇത് മൊത്തത്തിലെടുത്തു കഴിഞ്ഞാൽ -13.6 ഇലക്ട്രോൺ വോൾട്ട് എന്നാണ് കിട്ടുക. സോ ദിസ് വിൽ ബി E1 ഡിവൈഡഡ് ബൈ n² എന്ന് കിട്ടും. En ഈസ് ഈക്വൽ ടു E1 ഡിവൈഡഡ് ബൈ n² ആണെന്ന് കിട്ടും. വേർ ദിസ് E1 എന്ന് പറയുന്നത് മൈനസ് എം ഇ റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 8 എപ്സിലോൺ 0 സ്ക്വയർ എച്ച് സ്ക്വയർ ആണ്. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം -13.6 ഇലക്ട്രോൺ വോൾട്ട് എന്നാണ് കിട്ടുക ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഈ പറഞ്ഞ എനർജിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ബോർ ആറ്റം മോഡൽ ഉപയോഗിച്ച് നമ്മൾ സോൾവ് ചെയ്തതാണ്. ബോർ ആറ്റം മോഡൽ ഉപയോഗിച്ച് ചെയ്തപ്പോൾ ബോറിന് കിട്ടിയ റിസൾട്ട് തന്നെയാണ് ഈ പറഞ്ഞ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഉപയോഗിച്ച് ഹൈഡ്രജൻ ആറ്റം സോൾവ് ചെയ്യുമ്പോഴും നമുക്ക് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി ആയിട്ട് നമുക്കിവിടെ കിട്ടുക. ഓക്കെ, അപ്പം ഈ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജിയുടെ എക്സ്പ്രഷൻ നമ്മളിവിടെ ഡിറൈവ് ചെയ്യുന്നില്ല, മറിച്ച് നമ്മളിവിടെ ഡയറക്റ്റ് എഴുതുകയാണ് ചെയ്തത്. ഇതാണ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജിയുടെ എക്സ്പ്രഷൻ എന്ന് ഓർക്കുക. അത് ഈ പറഞ്ഞ ബോർ ആറ്റം മോഡൽ വഴി സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ എനർജി തന്നെയാണ് നമുക്ക് ഈ പറഞ്ഞ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യുമ്പോഴും കിട്ടുന്നത്. ഇനി നമ്മളിവിടെ ഈ എക്സ്പ്രഷനിൽ നമുക്കറിയാം എൻ എന്ന് പറയുന്ന ഒരു ടേം വരുന്നുണ്ട്. ആൻഡ് ദാറ്റ് എൻ ഈസ് കോൾഡ് ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. n is the principal quantum number. n is the principal quantum number. ഇനി നമ്മൾ ഈ എൽ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എൽ ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ ആണെന്ന് പറഞ്ഞു. ഈ ഓർബിറ്റൽ ക്വാണ്ടം നമ്പറിന് പ്രോസസ്സ് ചെയ്യാവുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 0, 1, 2, 3 തുടങ്ങി അതിന് മാക്സിമം വരാവുന്നത് n-1 വരെയാണ്. ഓക്കെ, n-1 വരെയാണ് എല്ലിന് വരാവുന്ന മാക്സിമം വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ 3 ടൈപ്പ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് പറഞ്ഞു. ദാറ്റ് ഈസ് ടൈപ്പ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ്, അതിൻ്റെ സിമ്പല്, അതേപോലെ അതിൻ്റെ പെർമിസിബിൾ വാല്യൂസ്, ഏതൊക്കെ വാല്യൂസ് അതിന് അലൗഡ് ആയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതായത് ആദ്യം നമ്മൾ പറഞ്ഞത് പ്രിൻസിപ്പൽ. ഓക്കെ, ഫസ്റ്റ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് n ഉപയോഗിച്ചാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂ 1, 2, 3 തുടങ്ങിയ വാല്യൂസാണ്. അടുത്തത് മറ്റൊന്ന് ഓർബിറ്റൽ ക്വാണ്ടം നമ്പറാണ്. ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ നമ്മൾ L ഉപയോഗിച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അതിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂ 0, 1, 2, 3 തുടങ്ങി n-1 വരെ വാല്യൂസ് ഓക്കുപ്പൈ ചെയ്യാം. മൂന്നാമത്തെ ഒരു ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറാണ്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിനെ നമ്മൾ ml എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. അതിന് വരാവുന്ന 0, +or-1, +or-2 അങ്ങനെ മാക്സിമം +or-L വരെയാണ് അതിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മളിവിടെ ഈ ആറിൻ്റെയും അതുപോലെ തന്നെ തീറ്റയുടെയും ഫൈയുടെയും നമ്മളിതിൻ്റെ സൊല്യൂഷൻസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് വേവ് ഫംഗ്ഷൻ, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ R ഇൻറ്റു ക്യാപിറ്റൽ തീറ്റ ഇൻറ്റു ക്യാപിറ്റൽ ഫൈ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇതിൽ നമ്മളിപ്പോൾ ഫൈ മാത്രമാണ് നമ്മൾ സോൾവ് ചെയ്തത്. ഫൈ നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിരുന്നു? ഇറ്റ് ഈസ് AE⁻IML ഫൈ ആണെന്ന് കിട്ടി. ഇതേപോലെ തീറ്റയിലുള്ള ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ തീറ്റയും ആറിലുള്ള ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ ആറും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ പക്ഷേ അത് വളരെ ലെങ്തിയാണ്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് വളരെ ലെങ്തിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളതിൻ്റെ ഒരു ലെങ്തി എക്സ്പ്രഷനിലേക്ക് പോവേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. മറിച്ച് നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ഓർത്തിരിക്കുക. ഹൈഡ്രജൻ ആറ്റത്തിൽ നമ്മൾ സാധാരണഗതിയിൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ψnLml ഓഫ് R തീറ്റ ഫൈ എന്നാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ 3 ക്വാണ്ടം നമ്പേഴ്സ്, എന്നിനെയും
എല്ലിനെയും അതുപോലെ തന്നെ എം എല്ലിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എൻ, എൽ, എം എൽ ഇങ്ങനെ 3 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ വേവ് ഫങ്ഷൻസ് എഴുതാം. അത് വളരെ ലെങ്തിയാണ്, നിങ്ങളത് ബൈ ഹാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്കത് ഓർത്തിരിക്കാം. പക്ഷേ എങ്കിൽ പോലും ഞാൻ ആ എക്സ്പ്രഷൻ ഒന്ന് വേണമെങ്കിൽ എഴുതിപ്പോവാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ തീറ്റയും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഫൈയുമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ റേഡിയൽ പാർട്ട്, അതായത് ക്യാപിറ്റൽ ആർ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞ ഇവിടുത്തെ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത്? ദിസ് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത്, ക്യാപിറ്റൽ ആറിൻ്റെ ടേമിനകത്ത് 2 ക്വാണ്ടം നമ്പറുകളാണ് കടന്നു വരിക. ആ 2 ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് എന്നും അതുപോലെ തന്നെ എല്ലുമാണ്. സോ നമ്മൾ ക്യാപിറ്റൽ ആറിനെ RNL ഓഫ് ആർ എന്നാണ് വിളിക്കുക. ആർ ഈസ് എ ഫംഗ്ഷൻ ഓഫ് സ്മോൾ ആർ ആൻഡ് ഇതിനകത്ത് 2 ക്വാണ്ടം നമ്പറുകൾ വരുന്നുണ്ട്, അത് എന്നും എല്ലുമാണ്. സോ ഇതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: 2/NA0 ഹോൾ റേസ് ടു 3/2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് n minus l minus 1 factorial divided by 2n into n plus l factorial whole cube. പിന്നെ ബാക്കി റൂട്ടിൻ്റെ പുറത്താണ് ഇനിയുള്ളത്. ദാറ്റ് ഈസ് 2r/NA0 ഹോൾ റേസ് ടു l into e raised to minus r by NA0 into some l of n plus l into 2l plus 1 of 2r by NA0. ഇതാണ് RNL ഓഫ് ആർ. ഇതിൽ എല്ലാ ടേമുകളും, ഇതിൽ ഈ ക്യാപിറ്റൽ എൽ എന്ന് പറയുന്ന ഒരു ലഗോറെ പോളിനോമിയൽ എന്ന് പറഞ്ഞൊരു സാധനമാണ്, ഒരു സ്പെഷ്യൽ ഫംഗ്ഷനാണ്, നിങ്ങൾ പഠിച്ചിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരു ഡിഗ്രി ലെവലിൽ നമ്മളത് പഠിക്കുന്നില്ല എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ തീറ്റ, ക്യാപിറ്റൽ തീറ്റയും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഫൈയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ടേമാണ്, നമ്മളതിനെ YLML ഓഫ് തീറ്റ കോമ ഫൈ എന്ന് വിളിക്കുക. അതായത് ക്യാപിറ്റൽ തീറ്റേനെയും ക്യാപിറ്റൽ ഫൈയിനെയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ടേമാണ് YLML ഓഫ് തീറ്റ ഫൈ. അതിന് നമ്മൾ സ്പെറിക്കൽ ഹാർമോണിക്സ് എന്നാണ് വിളിക്കുക. സ്പെറിക്കൽ ഹാർമോണിക്സ്. ഓക്കെ, സ്പെറിക്കൽ ഹാർമോണിക്സ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ YLML ഓഫ് തീറ്റ ഫൈ എന്ന് പറയുന്നത്, അതായത് ക്യാപിറ്റൽ തീറ്റയും ക്യാപിറ്റൽ ഫൈയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് -1 ഹോൾ റേസ് ടു -1 ആണ് ഇവിടെ 1 -1 ഹോൾ റേസ് ടു l ഡിവൈഡഡ് ബൈ 2 റേസ് ടു l ഫാക്ടോറിയൽ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 2l plus 1 divided by 4 pi into this is l plus m factorial by l minus m factorial into e raised to im phi. im എന്ന് പറഞ്ഞാൽ ml തന്നെയാണ് കേട്ടോ, ഞാൻ m എന്ന് എഴുതുന്നതെല്ലാം ml ആണ്. ഓക്കെ, ദിസ് ഈസ് ml iml phi into 1 by sin raised to ml of this theta into d raised to l minus ml by d of cos theta raised to l minus ml of sin theta raised to 2l. ഓക്കെ, ഇതാണ് തീറ്റയും ഫൈയും കൂടെ കിട്ടുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന y. ഈ കിട്ടുന്ന ആറിനെയും ഈ വൈയെയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ സൈ എന്ന് പറയുന്നത്. കാരണം സൈ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാപിറ്റൽ ആറിൻ്റെ ക്യാപിറ്റൽ തീറ്റ ഇൻറ്റു ക്യാപിറ്റൽ ഫൈ ആണ്. തീറ്റയും ഫൈയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ടേമിനാണ് ഞാനിവിടെ y എന്ന് എഴുതിയിട്ട് ഇത്രയും ഈ വലിയ ടേം എഴുതിയത്. ക്യാപിറ്റൽ ആറാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ കിട്ടും. സോ അത്രയും വലിയ ഒരു ഫംഗ്ഷനാണ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിത് ഓർത്തിരുന്നില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു ഹൈഡ്രജൻ ആറ്റത്തിനകത്ത് സൈ NLML ഓഫ് ആർ തീറ്റ ആൻഡ് ഫൈ എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഇവിടെ 3 ക്വാണ്ടം നമ്പർ വരുന്നുണ്ട് ആൻഡ് ദിസ് വേവ് ഫംഗ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ആർ തീറ്റ ആൻഡ് ഫൈ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ക്വാണ്ടം നമ്പറിൻ്റെ ഒരു ടേബിൾ മുമ്പ് എഴുതിയിരുന്നു. അതിൽ എന്നിനും എല്ലിനും MLനും ഒക്കെ പെർമിസിബിൾ ആയിട്ടുള്ള വാല്യൂസ് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ എന്നിന് പെർമിസിബിൾ ആയിട്ടുള്ള ഏറ്റവും ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് n=1 ആണ്. ഓക്കെ, n=1 ആണെങ്കിൽ എൽ എന്ന് പറയുന്നത് എല്ലിന് പെർമിസിബിൾ ആയിട്ടുള്ള വാല്യൂ 0 ± 1 ± 2 എക്സെട്ര അപ് ടു ± L ആണ്. സോറി, എൽ എന്ന് പറയുന്നത് 0,
1 2 3 എക്സെട്ര n-1 വരെയാണ് എല്ലിന് പെർമിസിബിൾ ആയിട്ടുള്ള വാല്യൂസ്. അപ്പോൾ n1 ആണെങ്കിൽ എല്ലിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 0 മാത്രമാണ്. ഇനി mlൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0 +or-1 +or-2 എക്സെട്ര അപ് ടു +or-l വരെയാണ്. അപ്പോൾ l 0 ആണെങ്കിൽ ml എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ n=1, l=0 ആൻഡ് ml=0. ഇതാണ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഓക്കെ, n=1, l=0 ആൻഡ് ml=0. ഓക്കെ, അപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്കിതിനെ ψ(n-l-ml) ദാറ്റ് ഈസ് ψ100 ഓഫ് ദിസ് r(θ)φ അല്ലെങ്കിൽ എഴുതിയില്ലെങ്കിൽ പോലും ψ100 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷനാണ്. അപ്പോൾ ഈ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. അതായത് നമ്മൾ മുമ്പേ ഈ എഴുതിയ r(n-l of r)ഉം y(l-m of θ)φ ഇല്ലേ, ഇതിനകത്ത് n-ന് പകരം 1ഉം n-ന് പകരം 1ഉം l-ന് പകരം 0യും ml-ന് പകരം 0യും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു r10 കിട്ടും, ഇവിടെ ഒരു y00 കിട്ടും. ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ψ100. അപ്പോൾ നമുക്ക് മുമ്പേ കിട്ടിയ വേവ് ഫംഗ്ഷനകത്ത് n-ന് പകരം 1ഉം l-ന് പകരം 0യും ml-ന് പകരം 0യും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ψ കിട്ടും. അപ്പോൾ ഈ ψ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷനാണ്. ഇത് നിങ്ങളൊന്ന് കാണാതെ ഓർത്തിരിക്കണം. ഇറ്റ് ഈസ് 1/√of πa03 ഇൻറ്റു e⁻r/a0 ആണ്. 1/√of πa03 e⁻r/a0, വേർ a0 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് 0.5292 ഇൻറ്റു 10⁻⁻10 മീറ്റർ, വിച്ച് ഈസ് ഈക്വൽ ടു ദി റേഡിയസ് ഓഫ് ദി ഇന്നർമോസ്റ്റ് ബോർ ഓർബിറ്റ്. റേഡിയസ് ഓഫ് ദി ഇന്നർമോസ്റ്റ് ബോർ ഓർബിറ്റ് ഉണ്ട്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇന്നർമോസ്റ്റ് ബോർ ഓർബിറ്റിൻ്റെ റേഡിയസ് ആണ് ഈ പറഞ്ഞ a0 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി നമ്മൾ പറഞ്ഞിരുന്നു, മുമ്പ് എനർജിയുടെ എക്സ്പ്രഷൻ എഴുതിയിരുന്നു. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ എന്താണെന്നും പറഞ്ഞു. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എന്താണ് 3 ഡയമെൻഷണൽ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഉപയോഗിച്ച് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്ന ഇതാണ്. അതായത് നമ്മൾ ആദ്യം ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതുന്നു, അതിൽ del² വാല്യൂ കൊടുക്കുന്നു. ψ ഈസ് എ ഫംഗ്ഷൻ ഓഫ് r, θ ആൻഡ് φ ആണ്. അതിന് നമ്മൾ ψ ക്യാപിറ്റൽ R ഇൻറ്റു ക്യാപിറ്റൽ θ ഇൻറ്റു ക്യാപിറ്റൽ φ എന്ന് കൊടുക്കുന്നു. ഈ പറഞ്ഞ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ഉപയോഗിച്ച് ഫൈയിലുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, തീറ്റയിലുള്ളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ക്യാപിറ്റൽ ആറിലുള്ളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കി തിരിക്കുന്നു. ഫൈയിലുള്ള ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തിട്ട് ml-ൻ്റെ വാല്യൂസ്, അതായത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എങ്ങനെയൊക്കെയുള്ള വാല്യൂസ് ആണെന്ന് പറയുന്നു. അവിടുന്ന് നമ്മൾ ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ എന്താണെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അപ്പോൾ 3 ക്വാണ്ടം നമ്പേഴ്സ്, അതിൻ്റെ സിമ്പിൾസ്, അതിന് പെർമിസിബിൾ ആയിട്ടുള്ള വാല്യൂസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഫൈയും തീറ്റയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y എന്ന് പറയുന്ന ഫംഗ്ഷൻ y എന്ത് വരും എന്ന് പറഞ്ഞു. അതുപോലെ ക്യാപിറ്റൽ R എന്ത് വരും എന്ന് പറഞ്ഞു. അതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ എങ്ങനെയായിരിക്കുമെന്ന് പറഞ്ഞു. അതിൽ തന്നെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് n=1, l=0 ആൻഡ് ml=0 എന്ന് പറയുന്നതാണ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ആ ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ വേവ് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇതിനു മുമ്പ് നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി എന്താണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്കിൽ ഓർക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.